നമസ്കാരം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾ ചെയ്യുന്ന ശില്പങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് ഇത്രയും ഫിനിഷിങ് വരുന്നതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിങ് ആക്കുന്നതിൻ്റെ ചെറിയൊരു ടിപ്പ്, ഫിനിഷിങ് ആക്കുക എന്നുള്ളത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിൻ്റെ രീതിയിൽ ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അതായത് ശില്പങ്ങളുടെ ഇടഭാഗം, അതായത് ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങൾ അവിടെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഖ്യമായിട്ടുള്ളൊരു വിഷയം. അവിടെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത്. അവിടെ അതായത് ഇതുപോലെയുള്ള ഇടകൾ, ഇതിൻ്റെ അടിഭാഗങ്ങൾ, അതായത് ഈ വിരലിൻ്റെ ഒക്കെ ഡീപ്പ് വരുന്ന ഇടകൾ ഇങ്ങനെ, അതൊക്കെ നീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഇത്ര ഇത് നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ സ്കെയിലാണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയെടുത്ത് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനൊരു ഷാർപ്പായിട്ടൊരു മൂല ഉണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ഇട വളരെ നീറ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ മിനുക്കി കഴിഞ്ഞാൽ, അവിടെ നീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എളുപ്പമായി. പുറമേയുള്ള ഭാഗം നമ്മൾക്കിങ്ങനെ കൈവച്ചോ അല്ലെ പിന്നെ മറ്റുള്ള ടൂള്, ഇതുപോലെയുള്ള ടൂളുകൾ അത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾക്ക് പറ്റുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വാങ്ങി ഇതിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് അതിൻ്റെ തിക്ക് കുറച്ചാൽ, അപ്പോൾ കുറച്ചുകൂടെ ഒരു കട്ടി കുറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നീറ്റിൽ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇതുപോലെ ആ ഇടകളിൽ വരുന്ന ഭാഗങ്ങൾ മൊത്തം, അവിടെ വരുന്ന അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങൾ, നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് തന്നെ എടുക്കുക. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് അത്രയൊരു റിസ്ക്കുള്ള കാര്യമല്ല. അത് ഇതുപോലെ വലിയ ടൂള്, ഇതും ഞാൻ ഉണ്ടാക്കിയൊരു ടൂളാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. ഇത് വെച്ചിങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് എളുപ്പമാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ അതിൻ്റെ ഇടയിലല്ല അത് എങ്ങനെ ചെയ്യുക എന്നുള്ള സംശയം നമുക്കുണ്ടാവും. അതുകൊണ്ട് അതങ്ങ് ഉപേക്ഷിക്കും. അത് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, അവിടെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഹാക്സോൾ ബ്ലേഡ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ടൂളാണ്. ഇതിനൊക്കെ നമുക്ക് കണ്ട ഈ റൗണ്ട് ഒരു നമുക്കിവിടെ ഇങ്ങനെയൊക്കെ ആക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ട, ഇത് ഷാർപ്പിനകത്തുള്ള ആ സ്കെയിലിൻ്റെ ടൂള് നമ്മൾ അവിടെ പോകില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ചെറുതായ ഹാക്സോ ബ്ലേഡിൻ്റെ ടൂൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നു. അതാണ് നീറ്റ് വരാനുള്ളൊരു, ഡീറ്റെയിലും നീറ്റും ആവാനുള്ള ഒരു കുറിപ്പ് വഴി. നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത ഭാഗത്ത്, അതായത് നമ്മൾക്ക് ആദ്യം കൈ തട്ടുന്ന ഭാഗങ്ങളൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടായിരിക്കും. അത് നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആവും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതിൽ നെഞ്ചൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഈ ടൂളായാലും നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് കൈ വെച്ച് തടവിയാൽ അത് ഫിനിഷാണ്. പക്ഷേ ഈ ഇട വരുന്ന ഭാഗങ്ങളിൽ, ഈ വിരലുകളുടെ ഇടയിൽ ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈ കൈയുടെ അടിഭാഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ടൂളില്ല, അങ്ങോട്ടോ ചെയ്യാൻ റിസ്ക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളത് മാറ്റി നിർത്തുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ ശില്പങ്ങൾ നമുക്ക് നീറ്റാവാൻ നീറ്റാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ടൂള് കണ്ട, ഇത് വെച്ചൊന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇട നല്ല ക്ലിയറായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ നമ്മൾ വിരലുകൾ ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പം ഏകദേശം വിരലിൻ്റെ ഈ രൂപം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. ഇത് ഇത്രയും പോരാ, കുറച്ചുകൂടെ ഒരു ഷേപ്പ് അതിനാവേണ്ടതുണ്ട്. അങ്ങനെ ആക്കി ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വിരലിൻ്റെ ഒരു ലൈൻസ്
ശേഷം ഇങ്ങനെ അതിന് പറ്റിയ ടൂൾസുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന വർക്കിന് എത്ര ടൂളുകളാണ് വേണ്ടത് എന്ന് നമ്മൾ തന്നെ. ഇത് ഞാൻ ഒരു തടിയിൽ ഉണ്ടാക്കിയിട്ട് എടുത്ത ഇതാണ്, അതിൻ്റെ ഷേപ്പൊക്കെ കണ്ട. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് വിരലിൻ്റെ അതേ ആകൃതിയിൽ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ വലിച്ചെടുത്താൽ ഈ ഒരു റൗണ്ട് നമുക്ക് അവിടെ ഉള്ളതുകൊണ്ട് വിരലിന് അത് നേരെ തിരിച്ച് മുകളിലേക്ക്. അത് കൂടുതൽ ഫിനിഷ്, എത്രത്തോളം നമ്മളതിന് ഫിനിഷ് വരുത്താൻ കഴിയുന്നോ അത്രത്തോളം ശില്പങ്ങൾ നീറ്റായിരിക്കും. ഞാനത് മാക്സിമം ചെയ്യാറുണ്ട്, മാക്സിമം നീറ്റ് വരുത്താൻ ശ്രമിക്കാറുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ ഭാഗങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ട്. അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നത്. ഈ ടൂൾ വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു അത് ഫിനിഷായിട്ടില്ല. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇതാണ്. ഞാൻ ഇതിലും കുറച്ചുകൂടെ നീറ്റിൽ ചെയ്യും. ഇനി നമുക്ക് ഒരു ശില്പത്തിൽ ഇതുപോലെയുള്ള നഖങ്ങളൊക്കെ ചെയ്യേണ്ട. നഖം ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. ഇതൊരു ടൂളാണ്. ഇത് തടിയിൽ ചെയ്തതാണ്. ഇതുണ്ട്. ഇതുപോലെ ഏകദേശം നമ്മളൊരു തോണിയുടെ ഒരു വള്ളത്തിൻ്റെ എല്ലാം ആകൃതി, ടോപ്പ് ഫ്ലാറ്റും ഇപ്പുറത്തുള്ള ഭാഗം റൗണ്ടായിട്ട് എഡ്ജ് ആർച്ചൽ, അതിൻ്റെ മറുഭാഗം കുറച്ച് ഷാർപ്പും, പിന്നെ ഏകദേശം ഒരു തോണിയുടെയൊക്കെ ഷേപ്പാണ് അതിന് വരുന്നത്. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല കേട്ടോ, ഇത് പാരമ്പര്യമായിട്ട് ശില്പം ചെയ്യുന്നവരുടെ വളരെ വളരെ കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ടൂളാണ്. ഇത് ഒരുപാട് ഉപയോഗമുള്ളൊരു ടൂളാണ്. ഇത് നിർബന്ധമായിട്ടൊരു ശില്പിക്ക് ആവശ്യവുമാണ്. അപ്പോൾ നമുക്ക് നഖം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നഖത്തിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഈ ടൂളിന് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ അല്ല, അങ്ങനെ ഒരു നഖമായി. അതിന് ചെറിയ ഒരു വളരെ ചെറിയൊരു പീസ്, അത് മെഴുകിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം മെഴുകിൻ്റെ കാണിക്കുന്നത് ക്ലേയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലേയിലാണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു അതെടുത്ത് നമ്മൾ ഈ ടോപ്പിൽ ഈ നഖത്തിൻ്റെ എഡ്ജ് ഭാഗത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ ടൂൾ എടുത്തതിന് ശേഷം അതിൽ ഒന്നമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നഖത്തിൻ്റെ ഒരു ഇതിലും നീറ്റിൽ വേണം കേട്ടോ. ഇത് നീറ്റ് കുറവാണ്. ഞാൻ ഇതിലും കുറച്ചുകൂടെ നീറ്റിലാണ് സാധാരണ ചെയ്യാറ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ പിടിക്കുമ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഫോണും വെച്ച് ചെയ്യുമ്പോഴുള്ളൊരു ആയാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ചുകൂടെ എത്രത്തോളം നമ്മൾ നീറ്റ് ചെയ്യുന്നു അത്രത്തോളം ശില്പത്തിന് ഭംഗി കൂടും. അപ്പോൾ അത് കണ്ട് കൂടുതൽ ആവശ്യക്കാർ നമ്മളിലേക്ക് എത്തും. ഇങ്ങനെ ഈ വാക്സിൻ്റെ ഞാൻ ഉണ്ടാക്കിയെടുത്ത, അതായത് സാധാ നമ്മൾ ഹണി വാക്സും കുറച്ച്
സിന്തറ്റിക് വാക്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മെഴുകൊണ്ട് ചെയ്യുമ്പോഴുള്ള ഗുണമാണതാ. കൈയൊക്കെ വളരെ നീറ്റായിരിക്കും. ക്ലേയിലൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇതിന് ഇല്ല. പിന്നെ എൻ്റെ ടൂൾസിൽ എനിക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണിത് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു. ഇതും സ്കെയിൽ കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതും സ്കെയിൽ കൊണ്ട് എടുത്തത്. പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. ഇതിപ്പോൾ ഞാൻ അതിനകത്തുള്ള വാക്സൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സാധാരണ സ്റ്റീൽ റോൾ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ലെവൽ വളരെ ഷാർപ്പായിരിക്കണം, ബെൻഡൊന്നും ഇല്ലാതെ. അത് എന്നിട്ട് നമുക്ക് നല്ല സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് നല്ല വെറുതി നല്ല ഫ്ലാറ്റാക്കി ഇതിൻ്റെ എഡ്ജൊക്കെ നേരെ ആയിരിക്കണം. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ഇതിന് നമ്മൾക്ക് ഇതിപ്പോൾ ഇതുപോലെയുള്ള ഷാർപ്പ് ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ ഇതുപോലെയുള്ള ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഇടയൊക്കെ നമുക്ക് ഒന്ന് ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നിട്ടൊന്ന് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡീപ്പുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് അല്ല, ഒരു കുഴി പോലെയുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഭാഗം ആണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയെടുത്തത്. അപ്പോൾ ഇവിടെ ഇത് ചെരിച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വടിച്ചു കഴിഞ്ഞാൽ എന്നിട്ടത് തിരിച്ചും ഇടണം. അപ്പോൾ ഈ വരുന്ന ഭാഗമൊക്കെ ഇങ്ങനെ എടുത്ത് ഇതിന് ശേഷം ഇതാ ഒന്ന് വിരൽ വെച്ചിങ്ങനെ, അതുപോലെ ഇതിൻ്റെ ഈ ആകൃതി അത് നമുക്കതാ ഇവിടെ ഇതുപോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇത് സ്ഥിരം ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന പോലെയുള്ള ഒരു കേൾക്കുന്നില്ല, നിത്യാഭ്യാസി ആനയെ ചുമക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ നിത്യവും ചെയ്യുമ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇനി ഈ നേരെയുള്ള ഭാഗം കൊണ്ടല്ല ഞാൻ പറയാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഭാഗത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാ. അപ്പോൾ ഇതിന് വരുന്ന ഇതിങ്ങനെ കളഞ്ഞ് വീണ്ടും പിന്നെ ടൂൾസ് ഉപയോഗിക്കുന്നതിനും പ്രത്യേകതയുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് ചെറിയ ചെറിയ കുഴികളൊക്കെ അടഞ്ഞിട്ട് വരുന്നത്. അത് കുറച്ചുകൂടെ ഷേപ്പ് കുറഞ്ഞ ഭാഗത്തേക്ക്, ഇതിപ്പോൾ ഇവിടെയൊക്കെ കുറേ ഫിനിഷിങ് ആയിട്ടില്ല. അപ്പോൾ അവിടെ ചെയ്ത് ഞാൻ കാണിക്കാം. എൻ്റെ ഫ്ലാറ്റ് ഭാഗം വെച്ചാൽ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് അതിവിടെ ഒരു കുഴിയൊക്കെ വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴിയുണ്ട്. അപ്പോൾ അതിന് പൊങ്ങിയിരിക്കുന്ന ഭാഗം കളഞ്ഞിട്ട് വരുന്ന കുഴിയിലേക്ക് നമ്മൾ ഇത് തന്നെ വരുന്ന ഒരു മെഴുകിൻ്റെ ഇത് എടുത്തിട്ട് ഈ കുഴിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കുറച്ചുകൂടെ ആവശ്യമുണ്ട് അവിടെ അങ്ങനെ ഇത് ആ ടൂൾ തന്നെ എടുത്തിട്ട് തിരിച്ചും മറിച്ചും ആ ഷേപ്പിൻ്റെ ടൂൾസ് പാളാതെ, അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ ടൂൾ ഒരിക്കലും പോകാൻ പാടില്ല. ഇങ്ങനെയാണ് അവിടെ കുറച്ച് അൺഷേപ്പ്ഡാണ്, കുറച്ച് മുഴയുണ്ട്, അത് പോകണം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ടൂൾസിനെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് എത്തണം. അപ്പം അതിന് ടൂൾസിൻ്റെ ഉപയോഗം ഏകദേശം ഒരു ഇത്ര ഏരിയയിൽ നമ്മളത്, അതിന് ശേഷം നമ്മൾ കൈ വെച്ചിങ്ങനെ അത് ഫിനിഷായി. കുറച്ചും കൂടെ തെറ്റ് കഴിഞ്ഞാൽ ഇതാണ് ഫിനിഷാകുന്നതിൻ്റെ. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3-4 ടൂൾ ഞാൻ പരിചയപ്പെടുത്തി. അതിൽ കാര്യമായിട്ട് വേണ്ടത് ഇത് തടി വെച്ചിട്ടുള്ള ചെയിൻ്റെ, പിന്നെ ഒരു ടൂൾ ഇത്, പിന്നെ ഇത് വേറെ ഒരു ടൂള്, ഇത് വേറെ. ഇതിങ്ങനെ നിങ്ങൾ ഇതുപോലെയുള്ള ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ വാഹനങ്ങളുടെ
വൈപ്പറുണ്ട്, വൈപ്പറിൻ്റെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ പായുന്ന ആ റബ്ബറിനകത്തുള്ള ഒരു ഭാഗമാണിത്. ഒരു ചെറിയൊരു റീപ്പർ പോലെയുള്ളത്. അത് മടക്കി ഇങ്ങനെ ആക്കിയെടുത്തു, റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ടേപ്പ്, അത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തതാണിത്. ഒട്ടിച്ചെടുത്തിട്ട് അതിനകത്ത് വരുന്ന ഇതുപോലെ ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോൾ ഭാഗത്തൂടെ ഞാൻ വുഡ് ഫില്ല് എന്ന് പറഞ്ഞ പശ പിന്നെ ഉറ്റിച്ച് ഇതിനകത്ത് സെറ്റാക്കി എടുക്കുക. ചെറിയൊരു ബലം അപ്പോൾ നമുക്ക് അവിടെ കിട്ടി. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നൊരു ടൂളാണ്. നമുക്ക് ഷേപ്പ് അല്ല അങ്ങനെയില്ല, നമ്മളുടെ ആവശ്യത്തിനുള്ള ടൂള് അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ടൂളിൽ പിന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ കുറച്ച് ചില സമയത്ത് ഉപയോഗിക്കുന്ന, പിന്നെ ഇതുപോലെയുള്ള ഒരു ടൂളുകൾ, അതായത് ഇതെല്ലാം ആശാവേടും ഇതിനകത്ത് നമുക്ക് ഇത് നമുക്കിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള അടിച്ചൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കാൻ. ആദ്യം നമ്മൾ അൺഷേപ്പായിട്ട് ഉണ്ടാക്കിയ ഭാഗത്തിന് ഇങ്ങനെ ഷാർപ്പായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ കഴിയും. ഇത് വന്നില്ലേ? അതുപോലെ നമുക്ക് ഈ ഷേപ്പൊക്കെ, ഈ വിരലിൻ്റെ ഷേപ്പൊക്കെ ഞാൻ അങ്ങനെ ചെത്തിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയൊക്കെ ഇങ്ങനെ ഈ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് അതിനുശേഷം ഈ പറയുന്ന ടൂൾ വെച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടയിൽ കാണുന്ന ഇതുണ്ട്, ഇതുപോലെയുള്ള ചെറിയ പൊടികൾ അതവിടെ തങ്ങിക്കാൻ പാടില്ല. അതിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയണം, അതിനെ എടുത്ത് മാറ്റണം. അപ്പോഴാണത് അവിടെ നീറ്റ് വരിക. വേണ്ട ഇങ്ങനെ അപ്പോഴാണ് ശില്പം നീറ്റാണെന്ന് തോന്നുന്നു, വളരെ നീറ്റാണ്, നല്ല ഫിനിഷിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഈ ഒരു രീതി നമ്മൾ ശീലിച്ചെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ വർക്കിന് സാമ്പത്തികം കുറവാണ്, അതുകൊണ്ട് അത്രയൊക്കെ മതിയെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. നീറ്റിൽ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് എളുപ്പത്തിൽ ചെയ്യുന്ന, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പണിയെടുക്കുന്ന അതേ വേഗത കൊണ്ട് തന്നെ നമുക്ക് ഒരു ശില്പം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന നമ്മളുടെ ഒരു സൃഷ്ടിയാണ്, നമ്മുടെ ഒരു സന്താനമൊക്കെ പോലെ നമ്മളതിനെ കാണണം. അപ്പോഴാണ് നമ്മൾക്ക് അതിനോട് ഒരു ആത്മാർത്ഥത വരിക.